ഞാൻ ഈ വീഡിയോ ഇടുമ്പം നിങ്ങളെല്ലാവരും എന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് നിർത്തണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. യു ഷുഡ് ക്രിട്ടിസൈസ് മീ ബിക്കോസ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് തന്തയുടെ വകയല്ല. അത്രേ ഉള്ളൂ. അതായത് പേർളി മാണിയുടെ ക്ലാരിഫിക്കേഷൻ വീഡിയോ വന്നിരിക്കുകയാണ് ഗൈസ്. ക്ലാരിഫിക്കേഷൻ വീഡിയോ കുറച്ചധികം കാര്യങ്ങൾ ഇതിന്റെ അത് പറയാനുണ്ട്. എനിക്ക് തോന്നുന്നത് നിങ്ങൾ വേറെ എവിടെയും കാണാത്തൊരു സാധനം കൂടി ഞാൻ ഇതിന്റെ അകത്ത് ഇട്ടുതരാം. ആരും ശ്രദ്ധിച്ചിട്ടില്ല, ആർക്കും അത് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. വേറൊരു സാധനം കൂടി ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഓക്കെ, ഈ വീഡിയോ ഇപ്പൊ നോക്കുമ്പോൾ ഇതിന്റെ ടൈറ്റിൽ നിങ്ങൾക്ക് ഇങ്ങനെയാണ് കാണാൻ പറ്റുന്നത്, ക്ലാരിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഞാൻ അവിടെ കാണിക്കാം. ഓക്കെ ഫൈൻ. പക്ഷെ ഈ വീഡിയോ ഇട്ട സമയത്ത് ഐ ആം സോറി എന്ന് പറഞ്ഞാണ് ഇട്ടേക്കുന്നത്. 1 മിനിറ്റ് ആക്കോ കണ്ടില്ലേ? വീഡിയോ ഇട്ട് 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വരെ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന ഐ എം സോറി എന്നുള്ളതാണ്. പേർളി മാണി എന്തുകൊണ്ടാണ് ഈ ഒരു ഐ ആം സോറി എന്നുള്ള സാധനം മാറ്റിയിട്ട് ക്ലാരിഫിക്കേഷൻ ഇട്ടത്? കാര്യം ഇതിൻ്റെ അകത്ത് അവസാനത്തേക്ക് നിങ്ങൾ സോറി മാപ്പൊക്കെ പറയുന്നുണ്ട്, പിന്നെ ഒരു ക്ലാരിഫിക്കേഷൻ. ഓക്കെ, ഇത് ക്ലാരിഫിക്കേഷൻ വീഡിയോ ആയിട്ട് നമ്മൾ കണ്ടാൽ മതിയല്ലോ അല്ലേ? അപ്പൊ അങ്ങനെ ആ രീതിക്ക് ഞാൻ തുടങ്ങാം. ഐ ആം സോറി എന്നാണെന്നുണ്ടെങ്കിൽ അവസാനം വെച്ചാണ് കുറച്ച് ഭാഗങ്ങൾ മാത്രം എടുത്തിട്ട് ഒരു 10 മിനിറ്റിന്റെ വീഡിയോ, മാക്സിമം 10 മിനിറ്റ് പോലും വേണ്ട, അതിനുള്ളിൽ സോറി എനിക്ക് തെറ്റ് പറ്റിപ്പോയി എന്ന് പറഞ്ഞ് ഞാൻ ഇനി നന്നായിക്കോളാം എന്ന് പറഞ്ഞു. നന്നായി എന്നൊക്കെ ഉൾപ്പെടെ പറയുന്നുണ്ട് ഇതിന്റെ അകത്ത്. അങ്ങനെ പറഞ്ഞ് നിർത്തിയാൽ മതിയായിരുന്നു. ഓക്കെ, ഈ ഒരു വീഡിയോ പേർളിയുടെ വന്നതിന് ശേഷം ഈ പൊളിറ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു പോസ്റ്റ് മാത്രം വളരെ ചുരുക്കം ചാനലുകളിൽ, അല്ലെങ്കിൽ അധികം വരുന്നില്ല. ഇത് വളരെ ചുരുക്കമായിട്ട് വരുന്നുള്ളൂ. മെയിൻലി വരുന്നത് ഈ സിബി മലയിലിന്റെ ഇഷ്യൂ ആണ്. സിബി മലയിലിനെ കുറിച്ചിട്ടുള്ള ഒരു പരാമർശം പേർളിയുടെ വന്നത്, അങ്ങനെ ആൾക്കാർ മിസ്കൺസീവ് ചെയ്തു എന്നുള്ള ഒരു വേർഷൻ പേർളി ഈ ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അതിനെ കുറിച്ച് മാത്രമേ അവിടെ എല്ലായിടത്തും കൂടുതലും, അത് PR വർക്കാണോ എന്ന് എനിക്കറിയില്ല. കാര്യം പൊളിറ്റിക്കൽ സൈഡിലേക്ക് ഇനിയും പോയി കഴിഞ്ഞാൽ വള്ളി വരുമെന്നോ അല്ലെന്നുണ്ടെങ്കിൽ സംസാരിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ലേ, വേറെ എന്തെങ്കിലും പ്രഷർ ഉള്ളതുകൊണ്ടാണോ എനിക്കറിയില്ല. അപ്പൊ എന്തായാലും അതിനെക്കുറിച്ചുള്ള പോസ്റ്റുകൾ അധികം അങ്ങോട്ട് വരുന്നില്ല. ഈ ടുവാർഡ്സ് ദ എൻഡിലേക്ക്, അതായത് പേർളിയുടെ ക്ലാരിഫിക്കേഷൻ വീഡിയോയുടെ ടുവാർഡ്സ് ദ എൻഡിലേക്ക് വരുന്ന ഒരു വേർഷൻ സിബി മലയിലിനെ കുറിച്ച് പറയുന്ന ഒരു സാധനം മാത്രമാണ് കൂടുതലും ഓൺലൈൻ മീഡിയാസും അല്ലെന്നുണ്ടെങ്കിൽ മെയിൻ സ്ട്രീം മീഡിയാസും പോസ്റ്റേഴ്സും കാര്യങ്ങളായിട്ട് ഇട്ട് അവർ എൻഹാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു ഭാഗം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി കം ടു ദ ക്ലാരിഫിക്കേഷൻ വീഡിയോ തുടങ്ങും. ടുഡേ ഐ തിങ്ക് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ഐ ഡു ദിസ് വീഡിയോ. ഈ വീഡിയോ ചെയ്യേണ്ട ഒരു ആവശ്യം വന്നിരിക്കുകയാണ്. ബിക്കോസ് നിങ്ങളിൽ കുറേ പേരെ ഞാൻ ഹേർട്ട് ചെയ്തിരിക്കുകയാണ് എൻ്റെ വാക്കുകൾ കൊണ്ടും. എൻ്റെ പോസ്റ്റിലെ കുറച്ച് കാര്യങ്ങൾ റീസെൻ്റ്ലി ഞാൻ ഇട്ടത് അതെനിക്ക് ക്ലാരിഫൈ ചെയ്തേ പറ്റുള്ളൂ. ബിക്കോസ് എന്നെ ഇവിടെ വരെ എത്തിച്ചത് നിങ്ങളാണ്. നിങ്ങളെ ആരെയും ഹേർട്ട് ചെയ്യാൻ പാടില്ല എന്ന് എൻ്റെ ആവശ്യമാണ്. അതായത് കുറച്ചധികം വർഷങ്ങളായിട്ട് നിലനിന്നുകൊണ്ടിരിക്കുന്ന ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ്. എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആയിരുന്നു. ഞാൻ ഇയാളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ എന്നെ ഇൻസ്റ്റയിൽ വീഡിയോസ് ഇടുന്ന വീഡിയോയുടെ അടിയിലൊക്കെ എനിക്കിപ്പോൾ രൂക്ഷമായിട്ടുള്ള കളിയാക്കലും കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം പേർളി മാണി എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഓഡിയൻസ്, വ്യൂവർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർട്ടീനെ ബേസ് ചെയ്തിട്ടുള്ള, ഒരു മതത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ആൾക്കാരല്ല. ഇതൊന്നും നോക്കാതെ ആളുടെ കോണ്ടന്റിനെ, ആള് പുറത്തേക്ക് വിടുന്ന പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ ആളുടെ അടുത്തുനിന്ന് എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്തൊന്നും, അതായത് എൻ്റെ കരിയറിൽ ഇത്രയും മാസീവായിട്ടുള്ള ഒരു ഹേറ്റ്, ഇത്രയും കൗണ്ട് ഓഫ് ഫോളോവേഴ്സ് ഇടിഞ്ഞു പോകുന്ന രീതിയിൽ, മോർ ദാൻ ഐ തിങ്ക് 4 lakhന്റെ മുകളിൽ ഫോളോവേഴ്സ് ഇടിഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരു സംഭവം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. സോ അത് അവരെ നല്ല രീതിയിൽ തളർത്തിയിട്ടുണ്ട് എന്നുള്ളത് വളരെ എവിഡന്റ് ആണ്. കാര്യം ഇങ്ങനെ ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ഇടേണ്ട ഒരു അവസ്ഥ അവർക്ക് വന്നു. അത് ഇത്രയും ദിവസമായിട്ട് എന്തുകൊണ്ട് ഇട്ടില്ല എന്നുള്ളത് എനിക്കറിയില്ല. കാരണം ഇത്രയും പോസ്റ്റുകൾ, സ്റ്റോറി ഇട്ട ആൾക്ക് കയ്യിൽ നിന്ന് പോയെന്ന് തോന്നിയാൽ വിത്തിൻ സെക്കൻഡ് അല്ലെങ്കിൽ വിത്തിൻ നെക്സ്റ്റ് ഡേ ഇടായിരുന്നു. സോ ഈ ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ മൊത്തം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇതിൽ ഒരു പേർളി മാണി ടച്ച് ഇല്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യും ഒരു പേർളി മാണി ടച്ച് ഇല്ല. ഇതിൽ ഏതോ ഒരു സ്ക്രിപ്റ്റ് ഇൻവോൾവ് ആണ് നല്ല രീതിയിൽ എന്ന് എന്റെ ഇൻഡ്യൂഷനാണ്. ഞാൻ ഇത് തന്നെയാണെന്ന് ഉറപ്പിക്കുന്നില്ല. അവസാനത്തേക്ക് വരുമ്പോഴേക്കും ഒരു പേർളി മാണി ടച്ച് വരുന്നുണ്ട്. അതിലേക്കൊക്കെ നമുക്ക് എത്താം. അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും വേണ്ടി പേർളി മാണിനെ ഇഷ്ടപ്പെട്ടിരുന്നതോ അല്ലെങ്കിൽ ഇതിന് ശേഷം വീഡിയോസ് കണ്ടു തുടങ്ങിയ ആൾക്കാർക്കൊക്കെ വേണ്ടിയുള്ള ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ആണ്. ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു. ഈ പോസ്റ്റ് ഇടുന്നതിന് കുറച്ച് ദിവസം മുമ്പ് വരെ എനിക്ക് ഭയങ്കര പ്രഷർ ഉണ്ടായിരുന്നു. എന്തെങ്കിലും പേർളി പറയണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് കുറേ DM-ലൊക്കെ കുറേ മെസ്സേജ് വന്നിരുന്നു. സോ ഐ ടുക്ക് മൈ ടൈം. ഞാൻ കുറേ റീൽസും, നമ്മുടെ ഇപ്പോഴത്തെ ന്യൂസ് എന്ന് പറയുന്ന ന്യൂസ് ചാനൽസുമാണ്, ഇൻസ്റ്റഗ്രാമിലെ റീൽസുകളും ഒക്കെ കണ്ടിട്ട് എനിക്ക് മനസ്സിലായ കുറേ കാര്യങ്ങളിൽ നിന്നും ഞാൻ എൻ്റെ രീതിയിൽ ഞാനൊരു കാര്യം എഴുതി. എൻ്റെ ഒരു നോട്ട് പാഡിൽ ഞാൻ എഴുതി പോസ്റ്റ് ചെയ്ത സാധനം ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഐ വോണ്ട് ടു റീഡ് ഇറ്റ്. ഓക്കെ, ഈ പ്രഷർ വന്നു എന്ന് പറഞ്ഞില്ലേ, എവിടെ നിന്നാണ് പ്രഷർ വന്നത്? അത് ജനങ്ങളുടെ പൾസ് അനുസരിച്ചുള്ള ഒരു പ്രഷറാണ്, അല്ലെങ്കിൽ ഇപ്പൊ നടക്കുന്ന ഇഷ്യൂവിനെ കുറിച്ചുള്ള പ്രഷർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പോസ്റ്റിൽ റിഫ്ലക്ട് ചെയ്ത് മറ്റൊന്നായിരുന്നു. അതാണ് എല്ലാവരും നിങ്ങളെ ഹേറ്റ് ചെയ്ത് ഇത്രയും നെഗറ്റീവ് വന്നത്. കമന്റ് ബോക്സ് ഉൾപ്പെടെ ഓഫ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നത്. അഗെയിൻ ഒരു ക്വസ്റ്റ്യൻ കൂടി എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടു, ആ പോസ്റ്റിന്റെ ഇടയിൽ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ആർക്ക് വേണമെങ്കിലും എന്ത് കമന്റ് ചെയ്യുക, അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള അവകാശമുണ്ട്. നിങ്ങൾക്ക് ഉള്ളപോലെ തന്നെ മറ്റുള്ളവർക്കുണ്ട്. അത് വളരെ മോശമായിട്ടോ നിങ്ങളുടെ ഫാമിലിനോ അല്ലെങ്കിൽ നിങ്ങളെയോ വളരെ മോശമായിട്ട് പറയുന്ന കാര്യങ്ങളാണെങ്കിൽ നിയമപരമായിട്ട്
പോസിറ്റീവായിട്ട് നീങ്ങാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ ബ്ലോക്ക് ചെയ്യാം. ഇതൊന്നും ഇല്ലാണ്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്ന ആൾക്കാരെ പോലും നിങ്ങൾ ബ്ലോക്ക് ചെയ്ത കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് എന്തിനാന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ബിക്കോസ് എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ഗേൾ ആണ്, അത്യാവശ്യം ഫോളോവേഴ്സ് കൗണ്ട് ഉള്ളതാണ്, മോശമായിട്ട് ഒന്നും സംസാരിക്കുന്ന ഒരാളല്ല, വളരെ മാന്യമായിട്ട് എന്തോ കമന്റ് ഇട്ടു, വിത്തിൻ സെക്കൻഡ് തന്നെ ആളെ ബ്ലോക്ക് ചെയ്യുന്നതിൻ്റെ അടുത്ത് പറഞ്ഞു. എനിക്ക് എൻ്റെ സ്ക്രീൻഷോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു വൺ ടൈം ആയിട്ട്. അതൊക്കെ എന്തിനായിരുന്നു? സോ ആൾക്കാരൊക്കെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി ആൾക്കാർ റിയാക്ട് ചെയ്യും അല്ലേ? അതാണ് അവിടെ ഉണ്ടായത്. ഇനി പേളി മാണി ഇട്ട പോസ്റ്റിന് മലയാളത്തിൽ പുള്ളിക്കാരി തന്നെ ട്രാൻസ്ലേറ്റ്, പുള്ളിക്കാരിയുടെ വേ ഓഫ് എക്സ്പ്രഷൻ ആണ്. അതായത് അത് അങ്ങനെയല്ല ഇങ്ങനെ ആയിരുന്നു എന്ന് പറയുന്ന ഒരു സാധനമാണ് ഇനി വരാൻ പോകുന്നത് മൊത്തം. The past few days have been very painful and they have forced all of us to pause and reflect. കുറച്ചു നാളായിട്ട് നമ്മളെല്ലാവരും വേദനയിലാണ് ബിക്കോസ് ഓഫ് ദ ന്യൂസ് വാട്ട്സ് ഹാപ്പനിങ്, ആൻഡ് അത് നമ്മളെ എല്ലാവരെയും ഒന്ന് പോസ് ചെയ്യാനും ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യാനും നമ്മളെ പ്രേരിപ്പിക്കുന്നു. We have witnessed the strength, unity and determination of the young people of our country. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്ട്രെങ്ത്, ശക്തി, യൂണിറ്റി, ഒരുമ, ആൻഡ് ദ ഡിറ്റർമിനേഷൻ, അതായത് ഇത് ചെയ്തെടുക്കണം എന്നുള്ളൊരു ഡിറ്റർമിനേഷനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓഫ് ഹൂ? നമ്മുടെ യങ് ജനറേഷൻ. ഓക്കെ, അതായിരുന്നു കണ്ടത്. അതിന് ഓക്കെ, അവരതിന്റെ ഒരു മലയാളം തർജ്ജിമയാണ്. തർജ്ജിമ എന്ന് പറയാൻ പറ്റില്ല, എക്സാക്ട്ലി അതിന്റെ ഒരു മലയാള വേർഷൻ അല്ല. അവരെന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ള സാധനമാണ് അവരിപ്പോ ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞിട്ടില്ല, അടുത്തൊരു ഭാഗത്തേക്ക് വരാം. I saw heartbreaking images and videos of clashes in which students and officers were getting hurt. That changed something in me. ഞാൻ കാണുന്ന ഇമേജസിൽ സ്റ്റുഡൻസ്, പോലീസ് ഓഫീസേഴ്സ് എല്ലാവരും ഹേർട്ട് ആവുന്ന വീഡിയോസാണ് ഞാൻ കണ്ടത്. ആൻഡ് ഇറ്റ് ചേഞ്ച്ഡ്. അത് കാണുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരു കാര്യം ഞാൻ ചിന്തിച്ചു. എന്താണ് ഞാൻ ചിന്തിച്ചത്? all I could think was please don't get hurt. നിങ്ങൾ ആരും ഹേർട്ട് ആവല്ലേ. പ്ലീസ് സ്റ്റേ സേഫ്. ഇഫ് യുവർ ലൈഫ് ഇസ് ഇൻ ഡേഞ്ചർ, go back home. No cause is worth losing a life over. ഇതാണ് ഞാൻ ചിന്തിച്ചത്. നിങ്ങൾ ആരും ഹേർട്ട് ആവരുത്. അയ്യോ, ആരുടെയും ലൈഫ് നഷ്ടപ്പെടല്ലേ. നിങ്ങളുടെ ലൈഫ് ഡേഞ്ചർ ആണെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോകണം. ഇതാണ് ഞാൻ എൻ്റെ മനസ്സിൽ ആലോചിച്ചത്. ഓക്കെ, ഇപ്പൊ ഇവർ പറഞ്ഞ എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ എന്ന് പറയാം അവരുടെ ഭാഷയിൽ, ഞാൻ ഇതാണ് ഉദ്ദേശിച്ചത്. അതായത് നമ്മൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ എൻ്റെ ഒരു ഫ്രണ്ടിന് അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഒരു ഫ്രണ്ടിന് മെസ്സേജ് അയക്കാം, ഡാ പട്ടി എന്ന് പറഞ്ഞൊരു മെസ്സേജ് അയക്കുന്നത് വാട്സപ്പിൽ. ഓപ്പോസിറ്റ് ആളെ റീഡ് ചെയ്യണം എങ്ങനെ? ഡാ പട്ടി, എടാ പട്ടി, ഡാ പട്ടി, ഇങ്ങനെ പല രീതിയിലും റീഡ് ചെയ്യാം. സോ അവരിട്ടൊരു പോസ്റ്റ് ടെക്സ്റ്റ് ആയിരുന്നു. ആ ടെക്സ്റ്റിൽ അവർ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ആൾക്കാർക്ക് എല്ലാവർക്കും ഒരുപോലെ നെഗറ്റീവായിട്ട് തോന്നി. അതിന്റെ ക്ലാരിഫിക്കേഷൻ അവർ തന്നുകൊണ്ടിരിക്കുന്ന സീനാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സീൻ കണ്ടപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സീൻ ഓർമ്മയുണ്ടോ? ഞാൻ ഒരെണ്ണം വെച്ച് തരാം. പക്ഷെ വായിക്കേണ്ടത് അളിയൻ വായിച്ച സ്റ്റൈലല്ല, ഇതെന്റെ വേറൊരു മോഡിൽ ഞാൻ എഴുതിയതാ. ഇതാ കേട്ടോ. സ്നേഹം നിറഞ്ഞ അളിയന്, 3-4 ദിവസത്തിനകം ഞാൻ ജയിലിൽ നിന്നിറങ്ങും. നേരെ അങ്ങോട്ടായിരിക്കും വരിക, അല്ലാതെ ഞാൻ വേറെ അവിടെ പോകാനാ? ഞാൻ ജയിലിൽ പോകാൻ കാരണക്കാരനായ ഗുണ്ടുമണി ഇപ്പോഴും അവിടെ വിലസി നടക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അവനെ എനിക്ക് നേരിട്ടൊന്ന് കാണാം. മനസ്സിലായില്ല? സെയിം എനിക്ക് അതുപോലെ തന്നെ തോന്നിയത്. Like so many others, I believe our students deserve an education system that is transparent, fair, and gives every child an equal opportunity to succeed. നമ്മളെല്ലാവരെയും പോലെ, നിങ്ങളെല്ലാവരും അങ്ങനെയായിരിക്കും ആലോചിക്കുന്നത്, നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്. നമ്മുടെ കുട്ടികൾ ഡിസേർവ് ചെയ്യുന്നത് ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റം ദാറ്റ് ഇസ് ട്രാൻസ്പെറൻറ്റ് ആൻഡ് ഫെയർ, എല്ലാവർക്കും ഒരേപോലെ ഫെയർ ആയിരിക്കുന്ന, ആൻഡ് ഗിവ്സ് എവറി ചൈൽഡ് ആൻ ഈക്വൽ ഓപ്പർച്യൂണിറ്റി ടു സക്സീഡ്. ജയിക്കാൻ ഒരു ഈക്വൽ ആയിട്ടുള്ള അവകാശം എല്ലാ കുഞ്ഞുങ്ങൾക്കും ഉണ്ട്. ഓക്കെ, ഇവരാദ്യം കുറച്ച് നേരത്തെ ഞാൻ കാണിച്ച വീഡിയോയിൽ പറഞ്ഞേക്കണത് ഇവർക്ക് വലിയ ക്ലാരിറ്റി ഇല്ല ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച്. നീറ്റ് എക്സാമിന്റെ കാര്യത്തിൽ എന്താണ് കാലാകാലങ്ങളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതിനെക്കുറിച്ചൊന്നും വലിയ ക്ലാരിറ്റി ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഇവരുടെ പോസ്റ്റിലൊന്നും അതിനെക്കുറിച്ചൊന്നും അല്ല പറയുന്നത്, നടക്കുന്ന പ്രൊട്ടസ്റ്റിനെ കുറിച്ചാണ് ഇവർ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞേക്കുന്നത്. അതിൽ പറഞ്ഞേക്കുന്ന ചില വാക്കുകൾ, ചില വേർഡ്സ്, ചില സ്റ്റേറ്റ്മെന്റ്സ് ആണ് ആൾക്കാർക്ക് നെഗറ്റീവായിട്ട് തോന്നിയത്. ഇപ്പൊ ഇവർ വന്ന് പറയുന്നത് എന്താ, എല്ലാവർക്കും ഒരു ഈക്വാലിറ്റി കാര്യങ്ങൾ. ഇതേ ഈക്വാലിറ്റിക്ക് വേണ്ടി അവിടെ നേരെ ചൊവ്വ കാര്യങ്ങൾ നടക്കാതിരുന്നത് കൊണ്ടും 10-20 കുട്ടികളുടെ ജീവൻ പോയതിന്റെ പേരിൽ മാത്രമാണ് തുടങ്ങി വെച്ചൊരു പ്രൊട്ടസ്റ്റ് ആണത്. നിരാഹാര സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ശാന്തമായി സമാധാനമായിട്ട് കുട്ടികൾ സമരം നടത്തിയ സമയത്ത് പോലീസിന്റെ വേഷം ഇട്ട് വന്ന നെയിം പ്ലേറ്റ് പോലും ഇല്ലാത്ത ഗുണ്ടകൾ അവരെ തല്ലി ചതച്ചിട്ടുണ്ട്. അവരൊപ്പം മറ്റു പാർട്ടിക്കാർ കൂടിയിട്ടുണ്ട്, ഈ എസ്പെഷ്യലി CJP അത് കൂടിയിട്ടുണ്ട്. കൃത്യമായിട്ട് അവർ ഇടപെട്ടിട്ടുണ്ട്. അവരുടെ ശക്തി അവിടെ കാണിച്ചതിന്റെ പേരിൽ എന്തിനു വേണ്ടി ആ പ്രൊട്ടസ്റ്റ് തുടങ്ങി വെച്ചു, അതാണ് എൻഡ് ഓഫ് ദ റിസൾട്ട് ആയിട്ട് കിട്ടിയത്. അതൊക്കെ ഇവിടെ ക്ലാരിറ്റി ആക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് കൂടി വന്നേക്കാണ്. Grows this large
emotions run high, different voices emerge, and the conversation can become more complex. ഇങ്ങനത്തെ ഒരു സംഭവം നടക്കുമ്പോൾ കുറേ ആൾക്കാർ കൂടുമ്പോൾ ചാൻസസ് ആർ ഹൈ ദാറ്റ് ഈ മെയിൻ കോസ് അതിൽ മുങ്ങിപ്പോവാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ദ കോൺവെർസേഷൻ ക്യാൻ ബിക്കം മോർ കോംപ്ലെക്സ്. മൈ ഹോപ്പ് ഇസ് ദാറ്റ് ദ ഫോക്കസ് ഓൾവേസ് റിമൈൻസ് ഓൺ ദ സ്റ്റുഡൻറ്റ് ആൻഡ് ദ ഫ്യൂച്ചർ ദേ ആർ ആസ്കിങ് ടു ബിൽഡ്. ഐ ഹോപ്പ്, അതായത് എൻ്റെ ആഗ്രഹം, ഞാൻ ഹോപ്പ് ചെയ്യുന്നത് ഇതാണ്, നമ്മുടെ സ്റ്റുഡൻസിൻ്റെ വോയിസും അവരാവശ്യപ്പെടുന്ന കാര്യവും ഈ വലിയ ഒച്ചയുടെ ഇടയിൽ അത് മുങ്ങിപ്പോകരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ വലിയ ഒച്ച വന്നത് കൊണ്ടാണ് അത് മുങ്ങിപ്പോവാതിരുന്നത് എന്നുള്ള ഒരു കോമൺ സെൻസ് ആ പോസ്റ്റ് ഇടുന്ന സമയത്ത് പോലും നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഞാനടക്കമുള്ള എല്ലാവർക്കും പോകാൻ പറ്റാതിരുന്ന ഞങ്ങൾ പലരും പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്. ഞാൻ അധികം വീഡിയോസ് ഇട്ടിട്ടില്ല, കാര്യം ഇതൊരു കോണ്ടന്റ് ആക്കി ഇട്ട് ഇതിനൊരു സപ്പോർട്ട് ഫോളോവേഴ്സ് കൗണ്ട് ഉണ്ടാക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ബിക്കോസ് കുട്ടികൾ, സ്റ്റുഡൻസ് അവിടെ കിടന്ന് അവരെ ജീവൻ പോണ സിറ്റുവേഷനിൽ കിടന്ന് ഇതായിക്കൊണ്ടിരിക്കുക. എന്തിനു വേണ്ടി 10-20 കുട്ടികളുടെ ജീവൻ പോയി. ഇത്രയും കഷ്ടപ്പെട്ടൊരു സ്വപ്നം കണ്ട് അതിനുവേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് സംഭവിക്കണം എന്താന്നുള്ളത് നമ്മൾ കണ്ടതായി കണ്ട കാലങ്ങളായിട്ട് അതിനുവേണ്ടി നടക്കുന്ന പ്രൊട്ടസ്റ്റ് സമാധാനമായിട്ട് തുടങ്ങിയത്. കുട്ടികളുടെ ഭാഗത്തുനിന്ന് ഗുണ്ടകൾ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത് ഐ ഡോണ്ട് തിങ്ക് സോ. ഇങ്ങോട്ട് അടിക്കാൻ വരുമ്പോഴേക്കും പിന്നെ അടിയും കൊണ്ട് നിൽക്കാൻ പറ്റത്തില്ലല്ലോ. മേ ബി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകും. കാര്യം എനിക്ക് അങ്ങനത്തെ കുറച്ച് പേഴ്സണൽ മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ടാവും. ഇത് പാർട്ടി വേറെ ഏതോ പാർട്ടിക്കാർ വന്ന് അവര് ഗുണ്ടകൾ കയറി അടിച്ചാണ് പ്രശ്നം ഉണ്ടാക്കി എന്നുള്ളത്. വാട്ട് എവർ ഇറ്റ് ഈസ്, എന്തിനു വേണ്ടിയാ സമരം തുടങ്ങി, അത് അവസാനിച്ചത് എന്ത് റിസൾട്ടാ കിട്ടിയത് എല്ലാവരും കണ്ടതാണത്. പിന്നെ ഇതിന്റെ ഇടയിൽ പോലീസുകാരുടെ വേഷം ഇട്ടിട്ട് വന്നവരും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ട് ഇയർ ഗ്യാസ് ഇറങ്ങി പിള്ളേരെ നെഞ്ചത്തോട്ട് ഇറങ്ങതും ലാത്തിയുടെ അറ്റത്ത് ആണി വെച്ച് കുത്തിയിട്ട് അടിച്ചതൊക്കെ ന്യായീകരിക്കാൻ പറ്റുമോ? ഇല്ല, ആർക്കും പറ്റത്തില്ല. നമ്മുടെ ഹിസ്റ്ററി പരിശോധിച്ചാൽ പോലും ഇങ്ങനെ തന്നെ പല സമരങ്ങളും വിജയിച്ചിട്ടുള്ളൂ. കാരണം അടി വരുന്നുണ്ട്, പ്രശ്നം വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഓടി വീട്ടിൽ പോയി വിളിച്ചു കഴിഞ്ഞാൽ നടക്കൂല. ചില സമയത്ത് ഇറങ്ങേണ്ടത് ജനങ്ങൾ ഇറങ്ങേണ്ടവരും, ജനങ്ങൾ തെരുവിൽ ഇറങ്ങേണ്ടവരും. അങ്ങനെയാണ് ഇവിടെ പല സമരങ്ങളും വിജയിച്ചിട്ടുള്ളത്. എല്ലാത്തിന്റെയും കാര്യമല്ല പറഞ്ഞത്. ചില സമയങ്ങളിൽ, ചില സാഹചര്യങ്ങളിൽ ജനങ്ങളും മതവും ജാതിയും ഒന്നും കൂടാതെ, ഒന്നും നോക്കാതെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. ഇവിടെ അതാണ് കണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ജാതിയോ മതമോ ഒന്നും ഉണ്ടായിരുന്നില്ല. കുട്ടികൾക്ക് വേണ്ടി എല്ലാവരും ഒരുമിച്ച് നിന്ന്, കുട്ടികൾ ഒരുമിച്ച് നിന്ന്. കേരളത്തിൽ നിന്ന് ഉൾപ്പെടെ എത്ര ഇൻഫ്ലുവൻസേഴ്സ്, എത്ര ക്രിയേറ്റേഴ്സ്, എത്ര സെലിബ്രിറ്റീസ് പോയി അല്ലെ, രഞ്ജിനി ഹരിദാസ് ഉൾപ്പെടെ. സോ എന്തിനു വേണ്ടിയാ? ആ വോയിസ് അവിടെ കൂടുമ്പോൾ അതിന് ശക്തി കൂടും. ആ ശക്തിക്കുള്ള റിസൾട്ട് ഇപ്പൊ കണ്ടു. ഞാൻ എന്റെ ഇൻസ്റ്റയിൽ ഇട്ട വീഡിയോയിൽ ഐ തിങ്ക് ഒരു പാർട്ടിയുടെ കാര്യമായിട്ട് പോയി. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാനൊരു പാർട്ടിയുടെ ആളോ ഒരു മതത്തിന്റെ ആളോ ഒന്നുമല്ല. ഞാനിവിടെ പറഞ്ഞു വെക്കുകയാണ്, എന്ത് തെറ്റ് കണ്ടാലും ഏത് പാർട്ടി ആയാലും ഏത് മതമായാലും കൃത്യമായിട്ട് വിമർശിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്റെ ഇൻസ്റ്റയിലെ വീഡിയോ കൂടി. കൂടുതലും പൊളിറ്റിക്കൽ അല്ലെങ്കിൽ റിലീജിയസ് വീഡിയോസ് ഞാൻ എടുക്കാറില്ല. എനിക്ക് ചെയ്യാൻ താല്പര്യമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഇന്ന രീതിയിലൊക്കെ മുദ്ര കുത്തിക്കളയും. അതാണ് നമ്മുടെ നാട്ടിലൊരു വൃത്തികെട്ട രീതി. അതെനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഇതിനൊക്കെ മാറി നിൽക്കുന്ന ഒരാളാണ്. മെനി ഓഫ് യു വാണ്ടഡ് മീ ടു ഷെയർ മൈ തോട്ട്സ്. കുറേ പേര് എന്നോട് എൻ്റെ ഒപ്പീനിയൻ എന്താണെന്ന് ചോദിച്ചുകൊണ്ടിരുന്നു. സം ഓഫ് യു എൻകറേജ് മീ. കുറേ പേര് പറ എന്ന് പറഞ്ഞു. കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചു എന്തുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കിരിക്കുന്നു, ഞാൻ മിണ്ടാണ്ടിരിക്കുന്നു എന്ന് ചോദിച്ചു. രണ്ട് കൂട്ടരെയും ഞാൻ മനസ്സിലാക്കുന്നു. ഐ അണ്ടർസ്റ്റാൻഡ് ബോത്ത്. ആസ് സമൺ ഹൂസ് വേർഡ്സ് ക്യാൻ റീച്ച് മെനി പീപ്പിൾ, I believe I have a responsibility to speak with care, especially during times like these. ഇങ്ങനത്തെ ഒരു സമയം എന്ന് പറയുന്നത് വളരെ ടെൻസ് ആയിട്ടുള്ള സമയങ്ങളിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ റെസ്പോൺസിബിൾ ആയിട്ട് എനിക്ക് എന്നെ പോലത്തെ ഒരാൾക്ക് പറയാൻ പറ്റുള്ളൂ. ബിക്കോസ് ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് ഐ ഹാവ് ടു തിങ്ക്. റെസ്പോൺസിബിൾ ആയിട്ടാണോ പറഞ്ഞത്? റെസ്പോൺസിബിൾ ആയിട്ട് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് വരുമായിരുന്നോ? ചില കാര്യങ്ങൾ നമുക്ക് ഡിപ്ലോമാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ ഒരു പക്ഷം ചേർന്ന് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അങ്ങനത്തെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നിങ്ങൾ ഇങ്ങനത്തെ ഒരു പോസ്റ്റ് ഇട്ടത്. മനസ്സിലായോ? അതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് മാറിയത്. അത് ഇപ്പോഴും പേർലിമാൻ എനിക്ക് മനസ്സിലായിട്ടില്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഈ ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോയിൽ വേർ ഈസ് എ ക്ലാരിറ്റി. നിങ്ങൾ ഇട്ടൊരു പോസ്റ്റിനെ നിങ്ങൾ തർജ്ജമ ചെയ്ത് ഇവിടെ ഒന്ന് എക്സ്പ്രസ് ചെയ്ത് നിങ്ങളുടെ മൂഡ് ഇങ്ങനെ ആയിരുന്നു പറയുന്നതിൽ എന്ത് ക്ലാരിഫിക്കേഷൻ ഉള്ളത്? ഈ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. മാന്യമായിട്ട് വന്നിട്ട് ഒരു 10 മിനിറ്റിൽ മാപ്പും പറഞ്ഞത് എനിക്ക് പറ്റിപ്പോയി, കഴിഞ്ഞല്ലോ. പീപ്പിൾ വിൽ അഗെയിൻ സ്റ്റാർട്ട് ലവിങ് യു if they want to watch your contents. അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെടാൻ താല്പര്യമുണ്ട് അവർ നിങ്ങളെ വീണ്ടും കാണും. കോണ്ടന്റ്സ് കണ്ടു തുടങ്ങും. നല്ല കോണ്ടന്റ്സ് വരുമ്പോൾ ഞാൻ പോലും നിങ്ങളുടെ നല്ല കോണ്ടന്റ്സ് ഞാൻ കാണും. ഇപ്പൊ എനിക്ക് നിങ്ങൾ ഇഷ്ടമാണെന്നോ അല്ലെങ്കിൽ ഇഷ്ടമല്ലാന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. ഒരു ന്യൂട്രൽ ആയിട്ട് നിൽക്കാതെ നല്ലത്. ഇപ്പോ എന്റെ കമന്റ് ബോക്സിലൊക്കെ കുറച്ച് ഇവരെ സപ്പോർട്ട് ചെയ്തിട്ടൊന്ന് തെറിവിളിയൊക്കെ ഇറങ്ങും. അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഇവർ പറയുന്നുണ്ട്. അതിലേക്ക് കിടക്കാൻ നമുക്ക് ഇതിട്ടത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അതിനുശേഷം കുറച്ച് നേരത്തേക്ക് ആക്ച്വലി എല്ലാം ഓക്കെ ആയിരുന്നു. ഞാൻ ഇതിടുന്ന എനിക്ക് തോന്നുന്നു ഒരു 11-10 മണി ആ ടൈമിലൊക്കെയാണ് ഞാനിത് പോസ്റ്റ് ചെയ്യുന്നത്. ഇത് പോസ്റ്റ് ചെയ്ത് തുടക്കത്തിൽ
ഇങ്ങനത്തെ ഒരു സമയത്ത് നമ്മൾ എന്തിട്ടാലും അതിനൊരു നല്ല വശവും കാണുന്നവരുണ്ടാവും, ചീത്ത വശവും കാണുന്നുണ്ടാവും. പക്ഷെ മെജോറിറ്റി ആൾക്കാരും അതിൻ്റെ നല്ല വശമാണ് കണ്ട്. പക്ഷെ ഒരു കുറച്ചു നേരം കഴിഞ്ഞതിന് ശേഷം ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത വ്യാഖ്യാനങ്ങൾ ഈ ഒരു പോസ്റ്റിൻ്റെ താഴെ കമൻറ്റുകളായിട്ട് വരാൻ തുടങ്ങി. അപ്പം ഞാൻ ആലോചിച്ചു, ഞാൻ ഇങ്ങനെയൊന്നും എഴുതിയിട്ടില്ലല്ലോ, ഇതല്ലല്ലോ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഗോ ഹോം എന്ന് പറയുമ്പോൾ പോലും ഞാനത് പറയുന്നത് നിങ്ങൾ സേഫായിട്ടിരിക്കണേ എന്ന് പറയുന്നതിൻ്റെ കൂടെയാണ് ഞാനത് പറയുന്നത്. ഐ എം നോട്ട് സെയിങ് നിങ്ങൾ ഇത് നിർത്തിയിട്ട് നിങ്ങൾ വീട്ടിൽ പോകണം. ആ ഒരു മൂഡിൽ പറയാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആരുമല്ല. ഐ എം നോ ബഡി ടു സേ ദാറ്റ്. അത് പറയേണ്ട ആവശ്യം എനിക്കില്ല. ഐ എം സെയിങ് ജസ്റ്റ് ബി സേഫ്, ബിക്കോസ് ഞാൻ ഈ റീൽസൊക്കെ കണ്ട് എല്ലാവരും അടി വാങ്ങുന്നതും ചോരയും ഇതെല്ലാം കണ്ട് ഞാൻ ആ ഫിയറിൽ നിന്നും ആ പെയിനിൽ നിന്നുമാണ് ഈ ഒരു പോസ്റ്റ് ഞാൻ ഇടുന്നത്. അങ്ങനെ എല്ലാരും വീട്ടിൽ പോയിരുന്നെങ്കിൽ ഇപ്പൊ ഈ സമരം വിജയിക്കില്ലായിരുന്നു. കുട്ടികളുടെ അവരനുഭവിച്ച വേദനകളും വിഷമങ്ങളും സങ്കടങ്ങളും ജീവൻ പോയവരുണ്ട്. അതിന് ഇങ്ങനത്തെ റിസൾട്ട് കിട്ടില്ലായിരുന്നു. ഓക്കെ. പിന്നെ അഗെയിൻ നിങ്ങൾ ഇവിടെ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ കണ്ട റീൽസിലെ ചോരയും മറ്റേതും പോസ്റ്റുകളും മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇതിൽ എന്താ സംഭവിച്ചതിന്റെ തുടക്കം എവിടെയാണ്, എന്താ കാര്യം എന്നുള്ളതിന് എന്തെങ്കിലും ക്ലാരിറ്റി ഉണ്ടോ? ഈ ക്ലാരിഫിക്കേഷൻ വീഡിയോയിൽ നിങ്ങൾ അതും കൂടി ഇൻക്ലൂഡ് ആക്കണമായിരുന്നു. അതില്ല, അത് ഇപ്പോഴും കാണുന്നില്ല. നിങ്ങളുടെ പോസ്റ്റിലും എവിടെ ഇല്ല. വാട്ട് ഹാപ്പൻ ടു നീറ്റ് എക്സാം? സോ ഇത്രയും ഇയേഴ്സ് ആയിട്ട് എന്താണ് നടന്നുകൊണ്ടിരുന്നത്, അതിനെ കുറിച്ചൊന്ന് പറയാറുന്നില്ലേ? ഞാൻ ഒരിക്കലും പേർളി മാണിക്ക് ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന വീഡിയോ അങ്ങനെയൊന്നുമല്ല. ഈ ക്ലാരിഫിക്കേഷൻ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് എന്റെ ഉള്ളിൽ എനിക്ക് തോന്നിയ എന്റെ പെർസ്പെക്റ്റീവ് മാത്രമാണ് ഞാൻ പറയുന്നത്. മറ്റുള്ളവർക്ക് മറ്റഭിപ്രായമായിരിക്കും. എതിരഭിപ്രായം ഉള്ളവർ മാന്യമായിട്ട് തെറിവിളിയും തന്തക്കുളിയും അല്ലാണ്ട് വന്ന് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ പറ, അല്ലാന്നുണ്ടെങ്കിൽ പറയണ്ട. ഇഗ്നോർ ദിസ് വീഡിയോ, ജസ്റ്റ് ഗോ, ദാറ്റ്സ് ഇറ്റ്. ഇങ്ങനെ ഒരാൾ ഈ ഒരു പോസ്റ്റിനെ കുറിച്ച് ഇത്രയും വലിയൊരു വ്യാഖ്യാനം നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ പോസ്റ്റ് കണ്ടു. എനിക്ക് ഭയങ്കര ഹേർട്ടായി. ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചു. എന്നുവെച്ചാൽ ഞാൻ എഴുതാത്ത കാര്യം എങ്ങനെയാണ് ഇത്രയും മോശമായ രീതിയിൽ, അതിനകത്തൊരു ലൈനാണ് എന്നെ ഏറ്റവും ഹേർട്ട് ചെയ്തത്. ഇത് ഞാൻ ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയല്ല ഈ വീഡിയോ ചെയ്യുന്നത്. പക്ഷെ എന്നെ ഹേർട്ട് ചെയ്തൊരു മെയിൻ സാധനം എന്താണെന്ന് വെച്ചാൽ, ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ ഗ്രേവിൽ ഞാൻ തുപ്പുന്ന പോലെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സാധനം വന്നു. എനിക്കത് ഭയങ്കര സത്യമായിട്ട് എനിക്കത് ഭയങ്കര ഹേർട്ടായി. അത് കണ്ടപ്പം ഇത്രയും മോശമായിട്ട് ഞാൻ ഓണസ്റ്റായിട്ടും എൻ്റെ മനസ്സിൽ തട്ടി എഴുതിയ ഒരു സാധനം ഇത്രയും നെഗറ്റീവായിട്ട് അതിനെ വ്യാഖ്യാനിച്ചപ്പം എനിക്ക് ഭയങ്കര വിഷമായി. ഞാൻ എന്നിട്ട് ഞാൻ വിചാരിച്ചു റിയാക്ട് ചെയ്യണ്ട വിട്ടുകളാ എന്ന് വിചാരിച്ചു. പക്ഷേ ഈ സാധനം തന്നെ എൻ്റെ കമൻസിലും വരാൻ തുടങ്ങി. നീ അവരെ നോക്കി തുപ്പുവാണ്, ആ ഒരു ചീത്ത രീതിയിലൊക്കെ കമൻസൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഭയങ്കര ഹേർട്ടായി. രാത്രി ഒരു 11 മണിയൊക്കെ ആയപ്പോഴേക്കും എനിക്ക് പറ്റുന്നില്ല, എനിക്കിതിനോട് റിയാക്ട് ചെയ്യണം. ഞാനപ്പോൾ ആംഗ്രി ആയി, എനിക്ക് ദേഷ്യം വരാൻ തുടങ്ങി. ഞാനും ഒരു മനുഷ്യനാണ്. സോ ഐ വാസ് ഹേർട്ട് ആൻഡ് ഐ തോട്ട് ഇതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ എനിക്ക് ഇടണം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു സ്റ്റോറി എഴുതി. ഓക്കെ, നിങ്ങൾക്ക് വിഷമമായപ്പോൾ നിങ്ങൾ അതിനെതിരായിട്ടൊരു സ്റ്റോറി ഇടേണ്ടി വന്നു അല്ലേ? ഇതുപോലെ ഇത്രയും ജനങ്ങൾക്ക്, ഇത്ര അധികം ജനങ്ങൾക്ക് 4-5 ലക്ഷത്തോളം പേര് നിങ്ങൾ അൺഫോളോ ചെയ്യുന്നു. അതിനെതിരായിട്ട് ഒരുപാട് പേര് ഞാനൊക്കെ പലരും വീഡിയോ എടുത്ത് ഇത്രയും പ്രശ്നങ്ങൾ കിടക്കുന്നു. അപ്പൊ അത് നിങ്ങളൊന്ന് മാനിക്കണ്ടേ? അതിനുവേണ്ടിയല്ലേ ഈ വീഡിയോ അല്ലേ? ശരിയല്ലേ? അപ്പൊ നിങ്ങൾക്ക് വിഷമം വന്നപ്പോഴേക്കും നിങ്ങൾ എഗെയിൻ ഒരു സ്റ്റോറി ഇട്ടു. ആ സ്റ്റോറി കൂടി പിന്നെയും വലിയ പ്രശ്നങ്ങളിലേക്ക് പോയി. പിന്നെയും പലർക്കും അത് ഹേർട്ടായി ആ രീതിയിൽ. കാര്യം നിങ്ങളെ ഇഷ്ടപ്പെട്ട ഒരാളും നിങ്ങളുടെ പാർട്ടിയോ മതമോ ജാതിയോ നോക്കിയിട്ടല്ല എന്നാണ് എന്റെ വിശ്വാസം. പക്ഷെ നിങ്ങൾ അതിലേക്ക് നിങ്ങളെ കൊണ്ടുവന്ന് ഡ്രാഗ് ചെയ്തിട്ടു. ആ ഒരു പോർഷനിലേക്കാണ് നിങ്ങളിപ്പോ ഇനി പറഞ്ഞു വരാൻ പോകുന്നവര്. ഒരു ദേഷ്യത്തിന്റെ പുറത്തിട്ട ഒരു സ്റ്റോറി ആക്കി മാറ്റിപ്പോ ഇത് ആരെ കുറിച്ചാ പറഞ്ഞത് അറിയാലോ? സിബിമലയിലെ മകനെ കുറിച്ചും സിബിമലയിലെ കുറിച്ചാണ് ഈ പറഞ്ഞത്. ഇപ്പൊ അതിന്റെ കാര്യങ്ങളാണ് മീഡിയയിൽ മൊത്തം ഇങ്ങനെ ഇട്ട് ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതല്ല എന്ന് പറഞ്ഞു. നല്ല പരിപാടിയാട്ടോ. നിങ്ങളുടെ മുമ്പിൽ പിന്നെ വന്ന ഒരു സ്റ്റോറി ഞാൻ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. എന്താ വെച്ചാൽ അതിലൊരു കാര്യം ഞാൻ എഴുതിയത് അതൊരു വലിയ തെറ്റായിരുന്നു ഞാൻ എഴുതിയത്. അതുകൊണ്ട് ഞാൻ ഒരു 15-20 കുറച്ച് നേരം കഴിഞ്ഞിട്ട് കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ഞാനത് ഡിലീറ്റും ചെയ്തു. എന്താ വെച്ചാൽ അത് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ എനിക്കറിയാം എന്തായാലും സ്ക്രീൻഷോട്ട് പോകും. പക്ഷെ എനിക്ക് അതിനോട് യോജിപ്പ് എനിക്ക് തന്നെ ഇല്ലാത്തതുകൊണ്ട് ഞാനത് ഡിലീറ്റ് ചെയ്തു. അതിനകത്ത് ഞാൻ ഈ പോസ്റ്റ് ഇട്ട ആളെ ഒരു ഫെയിൽഡ് ഫിലിം മേക്കർ എന്ന് വിളിച്ചു. അത് വളരെ വലിയ തെറ്റാണ്. നമ്മൾ ആരെയും അങ്ങനെ വിളിക്കാൻ പാടില്ല ഒരു ഫെയിൽഡ് എന്നോ. നമ്മൾ ആരുമല്ല അങ്ങനെ ഒരാളെ വിളിക്കാൻ. അങ്ങനെയല്ല എൻ്റെ പേരൻസ് എന്നെ വളർത്തിയത്. അത് വളരെ വലിയൊരു തെറ്റായി. അദ്ദേഹത്തിനോട് ഞാൻ ഈ ഒരു അവസരത്തിൽ ഞാൻ മാപ്പ് ചോദിക്കുകയാണ് അങ്ങനെ വിളിച്ചതിന്. ഈ മാപ്പ് അക്സെപ്റ്റ് ചെയ്യുന്നത് വേണ്ടതെന്നൊക്കെ തീരുമാനിക്കേണ്ട അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഫാമിലി കാര്യങ്ങളൊക്കെയാണ്. അത് അവിടെ നിൽക്കട്ടെ. അതിൽ നമുക്ക് പറയാനുള്ള ഒരു ചോയ്സ് ഇല്ല. കാര്യം അത് അവരെ എത്രത്തോളം ഹേർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഊഹിക്കാവുന്നേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ മകനടക്കം വിഷമമായി. അയാള് അതിന് റിയാക്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു. ഓക്കെ. പിന്നെ
ഈ മാപ്പ് കുറച്ചിലും കാര്യങ്ങളും കണ്ടപ്പോൾ എനിക്ക് ഇത് അത്ര ഇത് ഓക്കെ ആയിട്ട് തോന്നില്ല. ഇത് ഇത്രയും ഫോളോവേഴ്സ് പോയി, ഇത്രയും ഹേറ്റ് സ്പ്രെഡായി, ഇത്രയും കരിയറിൽ ഇത്രയും നാൾ ഈ ഫീൽഡിൽ നിന്നിട്ട് ആദ്യമായിട്ടാണ് ഇത്രയും മാസീവായിട്ടുള്ള ഒരു നെഗറ്റീവ് നിങ്ങൾ ഫേസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് മാത്രം വന്നിരുന്ന് ക്ലാരിഫിക്കേഷൻ ചെയ്യുന്ന പോലെ ആയിട്ടാണ് ഈ എൻറ്റയർ വീഡിയോ കണ്ടിട്ട് എനിക്ക് തോന്നിയത്. ഡിയർ പേർലി മണി, എൻ്റെ പോസ്റ്റിൽ ഞാൻ ക്യാൻവയിലാണ് ഞാൻ ഉണ്ടാക്കിയത്. അങ്ങനത്തെ ഒരു ആപ്പ് ഉണ്ട്. എഴുതിയ കാര്യം ഞാൻ നോട്ട് പാഡിനെടുത്ത് ക്യാൻവയിൽ ഇൻസ്റ്റഗ്രാം പോസ്റ്റിൻ്റെ ഒരു റേഷ്യോന് വേണ്ടി ഒന്ന് അടിച്ചപ്പം കുറേ ഫോർമാറ്റിൽ അതിലാദ്യം വന്നതിൽ ഞാനിത് പോസ്റ്റ് ചെയ്യുകയും വേറെ ഒന്നും ഞാൻ അത്രയും ഡീപ്പായിട്ട് ഞാൻ ചിന്തിക്കാണ്ടാണ് അത് ഞാൻ അങ്ങനെ പോസ്റ്റ് ചെയ്തു. ഞാനതങ്ങനെ അപ്ലോഡ് ചെയ്തു. ഈ കളറിൽ ഒരു വ്യാഖ്യാനം അദ്ദേഹം എൻഡിൽ കൊടുത്തിരുന്നു. ഈ കളർ കണ്ടാൽ അറിയാം എന്താണ്, ഏത് പാർട്ടീനെയാണ് കൂടെ നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഒരു പാർട്ടിയുടെ ഭാഗമാക്കി കാണിക്കുന്ന രീതിയിൽ എനിക്ക് ഒന്ന് ക്ലാരിഫൈ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ്. യെസ്, ഐ ലവ് സാഫ്രൻ ആൻഡ് ഐ ലവ് ഇറ്റ് മോസ്റ്റ് ഇൻ ദി ഇന്ത്യൻ ഫ്ലാഗ് എന്ന് പറഞ്ഞു. ഇത് എഴുതി ഞാൻ ഡിലീറ്റ് ചെയ്തു. പക്ഷേ ഡിലീറ്റ് ചെയ്തിട്ട് കാര്യമില്ല, എല്ലാവരും അപ്പോഴേക്ക് സ്ക്രീൻഷോട്ട് എടുത്തു. അത് അദ്ദേഹത്തിനുള്ളൊരു മറുപടിയായിരുന്നു. സത്യം പറയാലോ, ഞാൻ കേരളത്തിൽ ഇത്രയും വർഷമായി നിങ്ങളുടെ മുമ്പിലാണ് ഞാൻ വളരുന്നത്. 18 വയസ്സ് തൊട്ട് ഞാൻ തുടങ്ങിയാണ് എൻ്റെ ഈ കരിയർ. നിങ്ങളുടെ മുൻപിലാണ് ഞാൻ എൻ്റെ ലൈഫ് മുഴുവൻ ഞാൻ നിങ്ങളുടെ മുമ്പിലാണ് ജീവിച്ചിട്ടുള്ളത്. ഇന്നേ വരെ എല്ലാ കാര്യങ്ങളും നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഐ എം ഓൾസോ ഹ്യൂമൻ ജസ്റ്റ് ലൈക്ക് ഓൾ ഓഫ് യു. ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്, അങ്ങനെ ഞാൻ എഴുതാൻ പാടില്ല. പക്ഷെ ഇവിടെ എനിക്ക് ക്ലാരിഫൈ ചെയ്യേണ്ട ഒരു കാര്യം, എല്ലാ പാർട്ടിയിലും, അത് ഏതൊരു പാർട്ടി ആയിക്കോട്ടെ, ഇവിടെയുള്ള എല്ലാ പാർട്ടിയിലും എനിക്ക് വളരെ അടുത്ത സുഹൃത്തുക്കളുള്ള ആളാണ് ഞാൻ. എനിക്ക് എല്ലാ പാർട്ടിയും എനിക്ക് വേണ്ടപ്പെട്ടതാണ്. എല്ലാ പാർട്ടിയും എനിക്ക് ഇഷ്ടമാണ്. ബിക്കോസ് അതിലെല്ലാം എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുണ്ട്. സോ ദാറ്റ് ഈസ് അനദർ തിങ് ദാറ്റ് ഐ വാണ്ടഡ് ടു ക്ലാരിഫൈ. ആ ഒരു പോസ്റ്റ് ഇട്ടു, അതിൽ ആ ഒരു കളറിന്റെ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾ ആ ഒരു പാർട്ടിയുടെ ആളാക്കിയെന്നുണ്ടെങ്കിൽ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ചില കാര്യങ്ങൾ പറയുമ്പോൾ ഉള്ള സിറ്റുവേഷൻ, സാഹചര്യങ്ങളെല്ലാം നമ്മൾ അതിൽ യൂസ് ചെയ്യേണ്ട വേർഡ്സ് ഉൾപ്പെടെ. ഇതുപോലെ ഞാനല്ലേ വേറെ ആരാണെങ്കിലും ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു സാധനമൊക്കെ യൂസ് ചെയ്താൽ ഒരു പാർട്ടിയുടെ ആളായിട്ട് കാണും, അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന്റെ ആളായിട്ട് കാണും. അതങ്ങനെ തന്നെയാണ്. അതൊക്കെ ഇങ്ങനത്തെ ചില സിറ്റുവേഷനിൽ, കാര്യം ഇത്രയും വലിയ പ്രശ്നം നമ്മുടെ രാജ്യം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന, ഐ മീൻ പബ്ലിക്കിലേക്ക് വീഡിയോ ഇടുന്ന ഇതുപോലത്തെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള നമ്മൾ ഉപയോഗിക്കേണ്ട ഓരോ വാക്കുകളും നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അല്ല, ഇനി ഇപ്പൊ ഇതിൽ പറഞ്ഞു വെച്ചാൽ എല്ലാ പാർട്ടി ഇഷ്ടമാണ്, എല്ലാ പാർട്ടിയിലും ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ ഒരു പാർട്ടിയുടെ ആളാണ് എന്ന് പേളി ഇവിടെ പറയുന്നില്ല. നിങ്ങൾ എല്ലാവരും നോട്ട് ചെയ്യണം. കാര്യം ഈ ഒരു കളറിന്റെ കാര്യം പറഞ്ഞപ്പോഴേക്കും ചില വിഭാഗം ആൾക്കാർ ആ വിഭാഗത്തിൽ തന്നെ എന്ത് പറഞ്ഞാലും മനസ്സിലാവാത്ത ചില ടീമുകൾ അത് ഏറ്റെടുത്തു. എന്റെ ഉൾപ്പെടെ കമന്റ് ബോക്സിൽ തെറികൾ വരുന്നുണ്ടായിരുന്നു. എന്റെ ഒരു ലേഡി കോണ്ടന്റ് ക്രിയേറ്റർ എന്ന് കാലത്ത് വിളിച്ച സമയത്ത് ഇതേ കാര്യം എന്നോട് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള കമന്റ്സ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. പെൺകുട്ടികൾക്കടക്കം അവരവർക്ക് അവരവരുടെ ഒപ്പീനിയൻ പറയാനുള്ള റൈറ്റ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ക്രിറ്റിസൈസ് ചെയ്യണമെങ്കിൽ ഏത് പാർട്ടി ആയിക്കോട്ടെ, ഏത് മതം ആയിക്കോട്ടെ, ക്രിറ്റിസൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാന്യമായിട്ട് വന്ന് പറ. നിങ്ങളോട് എന്തെങ്കിലും വൃത്തിയോട് പിന്നെ സംസാരിച്ചാൽ നിങ്ങൾ പറഞ്ഞു. അല്ലാത്ത പക്ഷെ കമന്റ് ബോക്സിൽ തന്തയും തള്ളിയില്ല, ഐ മീൻ ഐഡന്റിറ്റി ഇല്ലാത്ത കുറെ അതിന് തന്തയും തള്ളില്ല എന്ന് ഉദ്ദേശിച്ചത് ഐഡന്റിറ്റി ഇല്ലാത്ത കുറെ ഫേക്ക് അക്കൗണ്ടുകളിൽ നിന്ന് വന്നിട്ട് തെറി വിളിക്കുക, മോശമായിട്ട് ഭയങ്കര ഇതാക്കാന്ന് പറഞ്ഞാൽ അത്ര വലിയ ഹീറോയിസ് ഒന്നും അല്ല. ഞാൻ ഐഡന്റിറ്റിയോടാണെങ്കിൽ പോലും ഒരു മാന്യത മര്യാദയൊക്കെ വേണം. എവിടെ അങ്ങോട്ട് മാന്യമായിട്ട് വീഡിയോസ് ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നുണ്ട്, തിരിച്ച് നിങ്ങൾ അങ്ങനെ അങ്ങോട്ട് കാണിക്കും പറ്റത്തില്ലേ? അപ്പൊ അവിടെ നിങ്ങളുടെ വിലയാണ് പോകുന്നത്. നമ്മള് ഞാനൊക്കെയും പറയണത്, എനിക്കൊരു പാർട്ടിനോട് ദേഷ്യമില്ല, ഒരു പാർട്ടിയെ ഇഷ്ടമല്ല മീൻസ് വെറുപ്പ് എന്നല്ല ഉദ്ദേശിച്ചത്. ഞാൻ ഒരു പാർട്ടിയുടെ ആളല്ല, ഒരു മതത്തിന്റെ ആളല്ല. പക്ഷേ ചില ടീമുകൾ ഒന്ന് കമന്റ് ഇടുന്ന കാണുമ്പോഴേക്കും നമ്മൾ അവര് തന്നെ നമ്മളെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുക. അത് വേണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ ആവശ്യമില്ല. സ്വയം നിങ്ങൾ തന്നെ ഓരോരുത്തർ വന്നിട്ട് നിങ്ങളുടെ മതത്തിനോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടിനോ വെറുപ്പിക്കാതിരിക്കുക. മര്യാദക്ക് മാന്യമായിട്ട് എന്തെങ്കിലും പറയാം. ഇതിപ്പോ ഇവരുടെ കാനവയുടെ കേസ് പറഞ്ഞത്, ഓക്കെ, അതിലേക്ക് ഞാൻ വരാം. ഈ പറഞ്ഞ ആപ്പ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ പല ക്രിയേറ്റേഴ്സും കാനവ യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ പല ഈവൻ AI യൂസ് ചെയ്തിട്ട് പോലും പോസ്റ്റുകൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ ഇത്രയും മോശമായിട്ടുള്ള ഒരു പോസ്റ്റ് കണ്ടിട്ടില്ല. ഇപ്പൊ പേളിയുടെ അക്കൗണ്ട് എടുത്ത് നിങ്ങൾ ആര് വേണമെങ്കിലും നോക്കിയോ, ആ ഒരു പോസ്റ്റ് വെച്ച് ബാക്കി എല്ലാത്തിനും ഒരു പ്രൊഫഷണലിസം, ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അതിൽ യൂസ് ചെയ്തിരിക്കുന്ന വാക്കുകളോ ഇംഗ്ലീഷിന്റെ കാര്യമല്ല പറഞ്ഞത്. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒട്ടും ആപ്റ്റ് അല്ല. അത് ഇവരെന്ത് പറയുന്നത്, കാനവയിൽ വന്നപ്പോ ആദ്യം കണ്ട സാധനം കാനവയിൽ അതിന്റെ സ്ക്രീൻഷോട്ട് കൂടി ഒന്ന് എടുത്ത് കാണിക്കണമായിരുന്നു. എടാ, ആ ഒരു ആപ്പ് യൂസ് ചെയ്യുമ്പോൾ വരുന്ന ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള, ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ടെംപ്ലേറ്റ്സ് വരുന്നത്. ഇത്ര മോശമായിട്ടുള്ള ടെംപ്ലേറ്റ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല അതിന്റെ അകത്ത്. ഇത് ഇന്റൻഷ്യലി ഇങ്ങനെ ഒരു സാധനം വന്നെന്ന് വിചാരിച്ചിട്ട പോലെയാണ് എനിക്ക് തോന്നിയത്.
രണ്ട് വെള്ളത്തിലും കാര്യം വെച്ചാൽ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണം. അന്ന് ഇവിടെ വെറുപ്പിക്കാനും പാടുള്ള രീതിയിലാണ് പേളിയുടെ ആ പോസ്റ്റ് വന്നത്. അതിന് ബാക്ക്ഗ്രൗണ്ടിലെ കളറും കൊടുത്തു. അതിന് അയാൾ പറഞ്ഞപ്പോഴേക്കും അവിടെയും വന്നിട്ട് ഏത് സാഫ്രോണിന്റെ കാര്യം പറഞ്ഞു. എന്നിട്ട് അവര് തന്നെ സമ്മതിക്കുന്നത് തെറ്റായി പോയി, ഞാൻ ഡിലീറ്റ് ചെയ്തു. ഏത് അങ്ങേരെ പറഞ്ഞത് ഉൾപ്പെടെ ആ കളറിന്റെ കാര്യം പറഞ്ഞു. ഇപ്പോഴും കളർ ഇഷ്ടമാണ്, അത് എനിക്കും ഇഷ്ടമാണ്. എനിക്ക് സാഫ്രോൺ കളർ ഇഷ്ടമാണ്, എനിക്ക് യെല്ലോ ഇഷ്ടമാണ്. എനിക്ക് കൂടുതലുള്ള യെല്ലോ ഡ്രസ്സസ് ആക്കി ഇപ്പൊ അത് മാറ്റി വൈറ്റ് ഡ്രസ്സസ് ആക്കി. ഇതൊക്കെ എന്റെ പേഴ്സണൽ ചോയ്സുകളാണ്. നമ്മുടെ പേഴ്സണൽ ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ആ ഒരു സ്ഥലത്ത് വന്ന് പറയേണ്ട ഒരു കാര്യം ഇല്ല. പിന്നെ അയാൾ അത് ചൂണ്ടിക്കാണിച്ചത് എഗെയിൻ ഞാൻ കാനവയുടെ കേസിലേക്ക് വന്നത്. കാനവയിൽ ഇത്രയും മോശം ടെംപ്ലേറ്റ് ഒക്കെ ഉണ്ടാവോ? അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ ഇത്ര അറിവുള്ള എല്ലാ കോണ്ടന്റ്സിനും ഒരു ടോപ്പ് നോച്ച് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ഒരാള് ഇത്ര മോശമായിട്ടുള്ള ടെംപ്ലേറ്റ് ഒക്കെ എടുത്തിടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് സോ മാൻ. കം ഓൺ, നിങ്ങൾ ആരെയാണ് ഈ വിദ്യയാക്കാൻ നോക്കുന്നത്? ഇപ്പോഴും ഞാൻ പറയുന്നത് നിങ്ങൾ മോശമാണെന്നല്ല, പക്ഷെ ഈ ക്ലാരിഫിക്കേഷൻ വീഡിയോയിൽ പോലും ഒരു കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി അല്ല വന്നുകൊണ്ടിരിക്കുന്നത്, നിന്ന് മെഴുകലാണ്. ബട്ട് സ്റ്റിൽ ദർ ആർ പീപ്പിൾ ഹു ലവ്സ് പേളി മാണി ആൻഡ് ഹെർ കോണ്ടന്റ്സ്. അത് ഞാനിവിടെ എടുത്തു പറയാണ്. അതുകൊണ്ട് പറഞ്ഞത് ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യാനല്ല, കൃത്യമായിട്ട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നു. And I will try to be a better human. I hope you will forgive me. എൻ്റെ അകത്ത് കുറേ നെഗറ്റീവുകളുണ്ട്. ഞാനൊരു മനുഷ്യനായതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ ഞാൻ തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. And I'm trying to be a better human. And I hope you will understand what I'm saying. I stand with the best interest of our nation. The best interest. ഓക്കെ, ഈ ലാസ്റ്റത്തേക്ക് വന്നപ്പോഴേക്കും അതിലെനിക്കൊരു, ഞാൻ അതാ പറഞ്ഞ, അതിലൊരു പേളി മാണി ടച്ച് എനിക്ക് തോന്നി കുറച്ചെങ്കിലും. ആത്മാർത്ഥമായിട്ട് ആള് മാപ്പ് പറഞ്ഞിട്ടുണ്ട്, കുറെ നെഗറ്റീവ്സ് ഉണ്ടെന്നുള്ള സമ്മതിക്കുന്നുണ്ട്, അതൊന്നും ഇനി റിപ്പീറ്റ് ചെയ്യില്ല എന്നുള്ളതും ഒരു ബെറ്റർ വേർഷൻ വരും എന്നുള്ളതും. അപ്പൊ അതിൽ നിന്ന് തന്നെ ഈ ഒരു കളറിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ ആള് എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്തവർ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഷീ അഗെയിൻ ലൈക്ക് ഇവിടെ പ്രൂവ് ചെയ്ത ഒരു കാര്യം, ആളൊരു പാർട്ടിയിലോ ഒന്നിലുള്ള ആളല്ല, ആളൊരു പേഴ്സണൽ ഇഷ്ടമുള്ള കളർ അതാന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഇനി എല്ലാവരും കൂടി എടുത്തിട്ട് അവര് പാർട്ടിക്കാരെ ആക്കണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോ എഗെയിൻ അവര് ആ രീതിയിലേക്ക് ചാഞ്ഞു വീണ്, അല്ലെങ്കിൽ അത് അവരുടെ പൊളിറ്റിക്സോ മറ്റു കാര്യങ്ങളോ എവിടെയെങ്കിലും അവർ തുറന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അങ്ങനെ പോട്ടെ. എന്നവർ കുറ്റമായിട്ട് പറഞ്ഞാൽ എല്ലാവർക്കും അവരവരുടെ പൊളിറ്റിക്സ് എന്താന്ന് പറയാനും എല്ലാത്തിനുള്ള അധികാരം റൈറ്റ്സ് ഒക്കെ നമ്മുടെ രാജ്യത്തുണ്ട്. അത് പറയുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്നവർ അതിനെ മാനിക്കണം അല്ലെങ്കിൽ റെസ്പെക്ട് ചെയ്യണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇവിടെ ഉണ്ടായത് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇവർ ഡബിൾ സ്റ്റാൻഡ് പോലത്തെ ഒരു പോസ്റ്റ് ഇട്ടു, അതിൽ വളരെ നെഗറ്റീവായിട്ട് ആൾക്കാർക്ക് അത് കൺസീവ് ചെയ്തു. അതിനെതിരായിട്ട് പോസ്റ്റ് ഇട്ട ഒരാളെയും അവർ വളരെ മോശമായിട്ട് സംസാരിച്ചു, അത് ഡിലീറ്റ് ചെയ്തു. അതൊക്കെ തെറ്റാന്ന് അവരൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി അവർ ചെയ്ത തെറ്റ് അവരെ അക്സെപ്റ്റ് ചെയ്തിട്ട്, അത് അക്സെപ്റ്റ് ചെയ്യാത്ത പൊട്ടന്മാരോട് ഞാൻ പറയണേ, മിണ്ടാതെ അവിടെ ഇരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാണ്ടി മാന്യോട്ട് നിങ്ങൾ സംസാരിക്കുക. ഏത് കമന്റ് ബോക്സിലാണെങ്കിൽ ഇവരുടെ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ പോലും എഗെയിൻ ഹേറ്റ് തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. പേളി മാണി പബ്ലിക്കായിട്ട് വന്ന് എല്ലായിടത്തും മാപ്പ് പറയണോ മാപ്പ് പറയേണ്ടത് അതൊക്കെ അവരുടെ ഇഷ്ടം, പക്ഷെ പറഞ്ഞു. അത് തൽക്കാലത്തേക്ക് ഇനിയിപ്പോൾ അക്സെപ്റ്റ് ചെയ്യുക, അവർ നല്ല കോണ്ടന്റ്സ് ഒക്കെ ആയിട്ട് പോട്ടെ. പേളി മാണി ഷോ എങ്ങനെയായിരുന്നു, ആ ഷോ ആയിട്ട് തന്നെ അക്സെപ്റ്റ് ചെയ്യാനും ആ രീതിക്ക് തന്നെ പോകാനും പറ്റട്ടെ. അല്ലാണ്ട് വേറൊന്നും എനിക്ക് അത് പറയാനില്ല. ഞാൻ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളെല്ലാം അതവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അത് തെറ്റ് തന്നെയാണ്. എഗെയിൻ ഈ ക്ലാരിഫിക്കേഷൻ അതത്ര പുറത്തുള്ള ക്ലാരിഫിക്കേഷൻ ആയിട്ടില്ല. എന്തായാലും ഇനി ക്ലാരിഫിക്കേഷൻ ആയിട്ടൊന്നും പറയേണ്ട കാര്യമില്ല. ഇതിപ്പോ ഫോളോവേഴ്സ് കൗണ്ട് പോയതിന്റെ ഇത്ര ഹേറ്റ് വന്നതിന്റെ പുറത്ത് മാത്രം ഇട്ടൊരു സെമി സ്ക്രിപ്റ്റഡ് വീഡിയോ ആയിട്ട് എനിക്ക് തോന്നിയത്. എന്റെ ഒരു തോന്നൽ മാത്രമാണ്. അത് തെറ്റാണെന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. സോ ദാറ്റ്സ് ഇറ്റ്.